ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. എന്താന്നല്ലേ, ഇന്ന് ദേവകുട്ടിയുടെ ഡാൻസ് പ്രോഗ്രാമാണ്. ചെന്നൈ മ്യൂസിയം തിയേറ്ററിലാണ് കേട്ടോ പ്രോഗ്രാം നടക്കുന്നത്. ദേവൻ രാവിലെ മുതലേ അവിടെ തന്നെയാണ്. ഞങ്ങൾ ഈവനിങ് ഒരു 3 മണിക്കാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. ഞാനും സനേട്ടനും അല്ലുകുട്ടിയാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് അവൻ ഉറങ്ങുന്ന സമയമാണ്. ഞങ്ങളുടെ എല്ലാ വിശേഷങ്ങളിലും എന്ത് തന്നെ ആയിക്കോട്ടെ ഞങ്ങൾ ദേവിയന്റെയോടും അങ്കിളോടൊക്കെ പറയാറുണ്ട്. ദേവിയന്റെ ഒരുവിധം ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും വരാറുണ്ട്. ഏട്ടന്റെ ഡാൻസ് കാണാൻ പോകുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലു ഉറങ്ങാതിരിക്കുന്നത്. ഇത് സൺഡേ ആയത് കാരണം വലിയ തിരക്കൊന്നുമില്ല. ബീച്ച് സ്റ്റേഷനിൽ അടുത്തിട്ടുള്ള പാരീസ് കോർണറാണിത്. ഇവിടെ ഒരുപാട് ഷോപ്പിംഗ് ഐറ്റംസ് ഉണ്ട്. അവധി ദിവസമായതുകൊണ്ട് കുറച്ച് കടകളെ തുറന്നിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എല്ലാ കടകളും തുറന്നിട്ടുണ്ടാവും. പിന്നെ ഈ കാണുന്നതുണ്ടല്ലോ നമ്മുടെ മദ്രാസ് ഹൈക്കോർട്ടാണ്. എപ്പോഴും അതീവ സുരക്ഷയിലായിരിക്കും അത് കാണാൻ കഴിയുക. ഉള്ളിലേക്ക് പോകാൻ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള ഒരിടം. ജയ്ബീം ഫിലിം ഇവിടെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ ഉള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. രാജീവ് ഗാന്ധി ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിലാണ് കേട്ടോ അത്. ഇതെല്ലാം ഇവിടുത്തെ സ്പെഷ്യൽ ബിൽഡിങ്ങുകളാണ്. പിന്നെ ഇത് നമ്മുടെ സെൻട്രലാണ്. നമ്മൾ ആദ്യമായിട്ട് ഇവിടേക്ക് വരുമ്പോഴൊക്കെ ഇത് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഇതിന്റെ പേരെന്നെ മാറ്റിയിട്ട് ഇപ്പോൾ പുറിച്ചെ തലൈവർ MG രാമചന്ദ്ര സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നാക്കിയിരുന്നു കേട്ടോ പേരൊക്കെ. നമ്മളിപ്പോൾ ഒരു ടിക്കറ്റ് എടുക്കണമെങ്കിൽ കൂടെ അങ്ങനെയാണ് പേര് വരാറുള്ളത്. ഇത് അതുപോലെ തന്നെ ഇവിടുത്തെ കോർപ്പറേഷൻ ബിൽഡിംഗ് ആണ്. ചെന്നൈ കോർപ്പറേഷൻ ബിൽഡിംഗ് ആണ്. ഇതിനെയൊക്കെ കുറിച്ച് ദേവക്കുട്ടിക്ക് പഠിക്കാനോ ഉണ്ട് കേട്ടോ സ്കൂളിലൊക്കെ. ദേവക്കുട്ടി പറയും ഇത് കാണുമ്പോൾ ഇത് റിപ്പൺ ബിൽഡിംഗ് ആണ് എന്ന് പറയാറുണ്ട്. ഇത് പിന്നെ മെട്രോ സ്റ്റേഷന്റെ അടുത്തായിട്ട് തന്നെ ഉള്ള ഒരു നമ്മുടെ ഒരു ഫുട്പാത്താണ്. ഫുട്പാത്തിലാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് അവരുടെ കോർപ്പറേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ ചിത്രമൊക്കെ വരഞ്ഞിട്ട് നല്ല ഭംഗിയാക്കിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ സ്ഥലത്ത് എത്തിയിട്ടോ. ഇതാണ് ചെന്നൈ മ്യൂസിയം. ഇവിടെ അവരുടെ പ്രോഗ്രാമിന്റെ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പയനിയർ അക്കാദമി ഓഫ് ആർട്സ് ഇവിടെയാണ് കേട്ടോ ദേവക്കുട്ടി പഠിക്കുന്നത്, ഡാൻസ് പഠിക്കുന്നത്. കൂടാതെ ഡാൻസ് മാത്രമല്ല ഇവിടെ ഒരുപാട് ആർട്സ് ഫോമുകളൊക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. കുറെ പാരന്റ്സ് ഒക്കെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സമയം 3:45 കേട്ടോ. ഞാനും ദേവേന്റെ നടന്നു വരുന്നത് മുന്നേ തന്നെ സനേട്ടൻ ഓടി പോയിട്ടുണ്ട്. കുട്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും പറഞ്ഞിട്ട് സനേട്ടൻ വേഗം പോയിട്ടാ. നിറയെ പാരന്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴും തിയേറ്റർ തുറന്നിട്ടില്ല. അവർ കറക്റ്റ് 4 മണിക്ക് അത് ഓപ്പൺ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞങ്ങൾ എല്ലാവരും അവിടെ പോയിട്ട് എല്ലാവരും റെഡി ആയിട്ടിരുന്നു കേട്ടോ. എല്ലാ കുട്ടികൾക്കുള്ള ഫുഡും അവർ തന്നെ പ്രൊവൈഡ് ചെയ്തായിരുന്നത്. കൂടാതെ അവരെല്ലാം മേക്കപ്പ് ചെയ്തതും എല്ലാതും അവർ തന്നെയായിരുന്നു. അവരുടെ കോസ്റ്റ്യൂമോടെ എന്താന്നൂടെ നമ്മൾക്കറിയില്ല കേട്ടോ. അപ്പൊ നമുക്കതൊരു ആകാംക്ഷയായിട്ട് ഇരിക്കുകയല്ലേ. അങ്ങനെ പ്രോഗ്രാമൊക്കെ വേഗം തുടങ്ങി. അവരുടെ പ്രോഗ്രാമും ഇനാഗ്രേഷനും എല്ലാതും കഴിഞ്ഞു കേട്ടോ. ഇതാണ് കേട്ടോ ദേവക്കുട്ടിയുടെ ഡാൻസ്. ആ 2 പെൺകുട്ടികളുടെയും ബാക്കിൽ നിൽക്കുന്നതാണ് കേട്ടോ ദേവൻ.
പ്രോഗ്രാം ഒക്കെ തീർന്നപ്പോഴേക്കും 10 മണി കഴിഞ്ഞ്. അതിനുശേഷം അവരുടെ ഓരോ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണ്ടായിരുന്നു. ഇതാണ് കേട്ടോ അവരുടെ കോറിയോഗ്രാഫേഴ്സ്. ഈ സൈഡിൽ നിൽക്കുന്ന 4 പേര്. കുട്ടി മാസ്റ്ററാണ് അവരുടെ ഡാൻസ് മാസ്റ്റർ. ദേവന്റെ പെർഫോം സർട്ടിഫിക്കറ്റും മെഡലൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പാംഷോർ ഹോട്ടലിൽ ഫുഡും കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. സമയം 11 മണിക്ക് ആവാറായിട്ടാ. നന്നായിട്ട് വൈകിട്ടുണ്ടായിരുന്നേ. എന്നാൽ ദേവനാണെങ്കിൽ പോയെന്നു മുതലുള്ള കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടാ. സമയം വൈകിയത് കൊണ്ട് നാളെ സ്കൂളിന് ഒരു ലീവും പറഞ്ഞുകൊണ്ട് ചെന്നൈ മല്ലൂസ് ഫ്രം പാലക്കാട്.